ലഹരിക്കെതിരെ ചെസ് ലഹരി. തൃശൂർ സിറ്റി പോലീസും ന്യൂറോൺസ് ചെസ് ക്ലബ്ബും ചേർന്ന് ഗാന്ധി ജയന്തി ലഹരി നിരോധന വാരാചരണത്തോടനുബന്ധിച്ച് ഫ്ലാഷ് ചെസ് മത്സരം സംഘടിപ്പിച്ചു. സുചിന്തയാണ് പ്രധാനം. ആരോഗ്യമുള്ള മനസ്സിൽ മയക്കുമരുന്നിനും ലഹരിക്കും സ്ഥാനമില്ല. ഈ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായാണ് തൃശൂർ സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ ചെസ് മത്സരം സംഘടിപ്പിച്ചത്. വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ വടക്കുന്നാഥൻ ക്ഷേത്ര മൈതാനത്ത് നടന്നു. സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോ ആർ IPS ഉദ്ഘാടനം ചെയ്തു. വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സെക്രട്ടറി മുരളീധരൻ, പ്രസിഡന്റ് രാജേഷ്, വൈസ് പ്രസിഡന്റ് അനീഷ്, സണ്ണി വലക്കാവ്, രക്ഷാധികാരി DA രാജു എന്നിവർ നേതൃത്വം കൊടുത്തു. KTM ന്യൂസ്. ഇവിടെ വന്നിട്ടുള്ള നാട്ടിലുള്ള ആളുകളും ഇവിടെ തെക്കിനാട് മൈതാനത്തിൽ സ്ഥിരമായി വരുന്ന ആളുകളെല്ലാം തന്നെ ഓരോ ബോർഡിലായിട്ട് ഒട്ടനവധി പരിപാടികൾ ചെയ്തിട്ടുണ്ട്. ചെസ് മത്സരം നഗരീകരണത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നത് പറയുമ്പോൾ ഒരു സംശയം ഉണ്ടായിരുന്നു സ്വാഭാവികമായിട്ട്. അതെങ്ങനെ ഫുട്ബോൾ മത്സരം നടത്തിയിട്ടുണ്ട്, ക്രിക്കറ്റ് മത്സരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഈ ചെസ്സിന്റെ മത്സരം എങ്ങനെയാണ് ലഹരി വിരുദ്ധം എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഞാനൊക്കെ ചെസ് പ്ലെയർ ഒന്നുമല്ല, ജസ്റ്റ് വെറുതെ ഇങ്ങനെ കളിക്കുന്ന ആളാണ്. ഇതില് ചെസ് എങ്ങനെയാണ് ലഹരിക്കെതിരെ എന്നൊരു സംശയം ശരിക്കും ഉണ്ടായിരുന്നു. പക്ഷെ 1-2 മത്സരം കളിച്ചതിന് ശേഷമാണ് മനസ്സിലാകുന്നത് ഇത് വൺസ് കളിക്കാൻ തുടങ്ങിയാൽ, എസ്പെഷ്യലി റാപ്പിഡ് ഫോർമാറ്റ് ചെസ് കളിക്കാൻ തുടങ്ങിയാൽ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ ലഹരി ചെസ്സിനോട് വരുമെന്നാണ് ഒരു തോന്നൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ തന്നെ 1, 2, 3, 4 കളികൾ കളിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത്തരത്തിൽ ചെസ് മത്സരത്തിന് ഫസ്റ്റ് ടേക്കിംഗ് ഇറ്റ് ഔട്ട്ഡോർസ്, എസ്പെഷ്യലി തെക്കിങ്കാട് മൈതാനത്തിൽ എടുത്തുകൊണ്ട് വരുന്നത്, അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു അവയർനെസ് എന്ന രീതിയിൽ, നോട്ട് ഓൺലി ഫോർ ആന്റി ഡ്രഗ് ബട്ട് ഓൾസോ ഫോർ റാപ്പിഡ് ചെസ്. എസ്പെഷ്യലി ഇപ്പം ഇന്ത്യയാണ് ചെസ് ഒളിമ്പിയാഡിൽ മെൻസ് ആൻഡ് വുമൻ ചാമ്പ്യൻസ്. എനിക്ക് തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആഫ്റ്റർ USSR ആൻഡ് ചൈന ആദ്യമായിട്ട് ഒരു രാജ്യം പുരുഷ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും ഗോൾഡ് മെഡൽ നേടുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ത്യ മാത്രമാണ്. അപ്പം ഇതിന് കയ്യിൽ കൊടുക്കണം. ഇന്ത്യ 2 ഗോൾഡ് മെഡൽ നേടിയെന്ന് വെച്ചാൽ നല്ലതല്ല. അപ്പോൾ ഇനിയും ഭാവിയിൽ ഈ ചെസ് മത്സരത്തിൽ കേരളത്തിൽ നിന്ന്, അതുപോലെ തന്നെ ഈ തെക്കിങ്കാട് മൈതാനിയിൽ നിന്ന് 1-2 ഗ്രാൻഡ് മാസ്റ്റേഴ്സ് നമുക്ക് കിട്ടുവാണെങ്കിൽ അത് തന്നെ ഈ ഈവെന്റിന്റെ ഏറ്റവും വലിയ വിജയമെന്ന് കണക്കാക്കാം. അത് മാത്രമല്ലാതെ ഗ്രാൻഡ് മാസ്റ്റേഴ്സ് കിട്ടിയില്ലെങ്കിലും ഇത് കണ്ടിട്ട് 4-5 ആൾക്കാരുകൾ നഗരിയിൽ നിന്ന് പിന്മാറി സ്പോർട്സിലേക്ക് വന്നാൽ അതാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് പറയാനുള്ള മെസ്സേജ്. അതാണ് നമ്മുടെ വിജയം. എന്തായാലും ഇങ്ങനെ ഒരു മത്സരം സംഘടിപ്പിച്ചതിന് ACP തൃശൂർ, അതുപോലെ ഡാൻസ് ഓഫ് സ്ക്വാഡ്, ലഹരി വിരുദ്ധ സ്ക്വാഡ്, നാർക്കോട്ടിക് സെൽ ആൻഡ് ന്യൂറോൺസ് ചെസ് അക്കാഡമി ആൻഡ് എല്ലാ സംഘാടകർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. മത്സരം കഴിച്ചു, 2 തോറ്റു, 1 ജയിച്ചു. അപ്പോഴാണ് ഇതിലുള്ള ഡിഫിക്കൽറ്റി നമുക്ക് കൂടുതൽ മനസ്സിലാവും. കൂടുതൽ ചാമ്പ്യൻസ് വരാനായിട്ട് ഇതൊരു തുടക്കമാകട്ടെ എന്നൊരു ആശംസകൾ കൂടി ഞാൻ പറയുന്നു. നടന്ന കുട്ടികൾക്ക് ഇട്ടിട്ടുള്ള പേരാണ് ശ്വേതരക്താണുക്കൾ മലയാളത്തിൽ പറഞ്ഞാല്. അപ്പൊ 2 നല്ല ടീമുകളാണ്. ആർക്ക് വേണമെങ്കിലും ഏത് ടീമിന്റെയും ഭാഗമാവാം. നിങ്ങൾക്ക് ആവശ്യമുള്ള ചെസ് ബോർഡുകളുണ്ട്. ആരും കളിക്കാതിരിക്കേണ്ട കാര്യമില്ല. ചെസ് ബോർഡുകൾ വെച്ചിട്ടുണ്ട് അവിടെ. ഇപ്പോൾ നിരത്തി വെച്ച ബോർഡ് കഴിഞ്ഞാലും കളിക്കാം. ഞങ്ങൾ ചെസ് ബോർഡ് വെച്ച് തരും. പക്ഷെ എല്ലാവർക്കും 10 മിനിറ്റ് ഉള്ള 10 മിനിറ്റ് കൊണ്ട് കളി കഴിയണം. അതിന്റെ ഔദ്യോഗികമായ ഇനാഗുറേഷൻ നടക്കാൻ പോവാണ്. അടുത്തത് വിനു K, ക്രിസ് വി, സിജോ ജോസ്, ഓക്കെ, സന്തോഷ് ബിനോയ്, ബിപിൻ മിയ, മുരളീധരൻ TG. അടുത്ത മുത്ത് ഗോകുലൻ